യൂറോപ്പിൽ നിന്നടക്കം കൂടുതൽ മൃഗങ്ങളെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കി. സെപ്റ്റംബറോടെ വിദേശത്ത് നിന്ന് 36 പക്ഷിമൃഗാദികൾ എത്തും. സിംഗപ്പൂർ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ അപൂർവ ഇനങ്ങളെ എത്തിക്കാനും ശ്രമമുണ്ട്. വിദേശത്ത് നിന്ന് തത്തകളടക്കമുള്ള പക്ഷികളാണ് ആദ്യമെത്തുക. അനാക്കോണ്ട, വലിപ്പമേറിയുള്ള ആഫ്രിക്കൻ മാനുകളായ എലാന്റ്, സീബ്ര, ജിറാഫ്, മക്കാവു എന്നിവയും പാർക്കിലെത്തും. 439 ജീവികളെ ഈ മാസം പകുതിയോടെ സുവോളജിക്കൽ പാർക്കിലെത്തിക്കും. ഓഗസ്റ്റോടെ പൂർത്തീകരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് 2 കാട്ടുപോത്തുകളെ പുത്തൂരിൽ എത്തിച്ചിരുന്നു. കർണാടകയിൽ നിന്ന് പുത്തൂരിലേക്ക് 6 ഇനങ്ങളിൽപ്പെട്ട 36 മൃഗങ്ങളെ സൗജന്യമായി കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇവയെ സെപ്റ്റംബറോടെ കൊണ്ടുവരാനാണ് ലക്ഷ്യം. പാർക്കിൽ പെറ്റ് സൂ, വെർച്വൽ സൂ എന്നിവ സജ്ജമാക്കുന്നുണ്ട്. ഓമന മൃഗങ്ങളെ കാണാൻ സൗകര്യമൊരുക്കുന്നതാണ് പെറ്റ് സൂ. ആനിമേഷനിലൂടെ വെർച്വലായ പക്ഷിമൃഗാദികളെ കാണാനുള്ളതാണ് വെർച്വൽ സൂ. തൃശൂർ, തിരുവനന്തപുരം മൃഗശാലകളിലെ 350 ഏക്കറിലുള്ള സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ ചെലവ് 300 കോടിയിലേറെയാണ്. ഏഷ്യയിൽ വലിപ്പത്തിൽ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാലയുമായ പുത്തൂർ പാർക്കിലേക്ക് വിദേശ മൃഗങ്ങളും എത്തുന്നതോടെ പാർക്ക് കൂടുതൽ ശ്രദ്ധേയമാകും.